മാസത്തിലാണ്. ശരിക്കും നമ്മളുടെ അജണ്ട അനുസരിച്ച് രണ്ടാമത് ഒരു പ്രതിനിധി സഭയ്ക്കുള്ള സമയമായിട്ടില്ല. പക്ഷെ നമ്മൾ കൂടാനുള്ള കാരണം കഴിഞ്ഞ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ജിദ്ദ കേരള പൗരാവലി കൈകോർക്കാം ഈ നാമം അനർത്ഥമാക്കുന്നതിന് താഴെ പ്രതിപാദിക്കുന്ന ലക്ഷ്യങ്ങളിൽ മുന്നിലേക്ക് വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മൾ കൃത്യസമയം ഈ കാര്യത്തിൽ ഇങ്ങനെ ചർച്ചയുടെ ആവശ്യം ഉണ്ടാവില്ല. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം ഇത് പ്രവർത്തക സമിതി 47,500 റിയാലാണ് നമുക്ക് ഇൻകം വന്നിട്ടുള്ളത്. അതിലേക്ക് ഇതുവരെ വന്നിട്ടുള്ള പ്രവർത്തന സമിതി, പ്രതിനിധി സഭ, ആ സഭ, ഈ സഭ എന്നൊക്കെ പറഞ്ഞ് ചെയർമാൻ എല്ലാവരും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് അഡ്മിൻ, നമ്മുടെ പൊതു വാട്സപ്പ് ഗ്രൂപ്പ് മതത്തിന്റെയോ ജില്ലയുടെയോ ഭാഷാ ശൈലിയുടെയോ വസ്ത്രധാരണത്തിന്റെയോ കൂടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ധൈര്യമായി പോയി ക്ലാസ് ടീച്ചറുടെ അടുത്തും അല്ലെങ്കിൽ HMന്റെ അടുത്തും വൈസ് പ്രിൻസിപ്പലിന്റെ അടുത്തും ചോദിക്കും. ലക്ഷണം വല്ലതും വരികയാണെങ്കിൽ പൗരാവലിയിൽ നിന്ന് ആരെങ്കിലും സ്ട്രോങ് ആയിട്ട് സ്കൂളിൽ മക്കൾ പഠിക്കുന്ന ആരെങ്കിലും നിൽക്കണം, നല്ലപോലെ പ്രവർത്തിക്കണം. 2. അവധിക്കാലത്തെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അമിതമായ വിമാനയാത്രാ നിരക്കിൽ നിന്ന് പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മോചനം തുടങ്ങി ഈ ജിദ്ദ പൗരാവലി എന്നും എല്ലാ കാര്യത്തിലും എൻ്റെ എല്ലാ സംരംഭങ്ങളെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകം ജിദ്ദ പൗരാവലിയുടെ, കാരണം അതിന്റെ സ്റ്റാർട്ടിങ് മുതലുള്ള ഒരു മെമ്പർ എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. വേൾഡ് വൈഡ് ആണ്, എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി നമ്മൾ കഴിഞ്ഞ ആഴ്ച കബീറാണ് ലോഞ്ച് ചെയ്തത്. ിലേക്ക് കൊണ്ടുവരികയും ഇവിടുന്ന് ഈത്തപ്പഴം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ബന്ധത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു ഇന്തോ സൗദി റിലേഷൻഷിപ്പ്. അപ്പൊ ജിദ്ദയിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, മറ്റു ജീവനക്കാർ എന്നിവരുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും കാര്യശേഷിയും നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കും. ജനഗണമന അധിനായക ജയ ദ്രാവിഡ ഉത്കള ഗംഗ വിന്ധ്യ ഹിമാചല യമുന എന്നീ നിലകളിൽ പ്രവർത്തിച്ച KP വിശ്വനാഥന്റെ നിര്യാണത്തിൽ ജിദ്ദ കേരള പൗരാവലി അനുശോചിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ വർഷങ്ങളുടെ അനുഭവം വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുതിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രതിനിധിസഭാ യോഗത്തിൽ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതില് ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയാണ്. കാരണം 9% ആൾക്കാർക്കും അന്നത്തതോടുകൂടി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു